പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ദൈവവചന പഠനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ദൈവവചന പഠനം എന്ന് പറയുന്നത് ഒരു ക്രിസ്തീയ ദൈവവചനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മൂല്യമുള്ളൊരു കാര്യമാണ്. ദൈവവചനം പഠിക്കാത്ത, ദൈവവചനം വായിക്കാത്ത, ദൈവവചനത്തിൽ കൂടെ ചിന്തിക്കാത്ത ഒരു ക്രിസ്തീയ ദൈവവചനം അവൻ്റെ വിശ്വാസ ജീവിതം ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്ത പോകും. എപ്പോഴും ഒരു ദൈവവചൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് പ്രാർത്ഥനയും മറ്റൊന്ന് വചനധ്യാനവും. പ്രാർത്ഥന മനുഷ്യൻ ദൈവത്തോട് അറിയിക്കുന്ന ഒരു മാനദണ്ഡമാണ്. ദൈവത്തോട് സംസാരിക്കുന്ന, ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ പറയുന്ന, ദൈവത്തോട് നമ്മൾ സംസാരിക്കുന്ന, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ പ്രാർത്ഥന ഒരിക്കലും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റില്ല. പ്രാർത്ഥിക്കാത്ത ഒരു വ്യക്തി ദൈവവുമായിട്ട് സംസാരിക്കത്തില്ല. ദൈവവുമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി എന്നും അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും. അവൻ്റെ ജീവിതം എന്നും ആനന്ദകരമായിരിക്കും. പ്രതിസന്ധികളും ദുഃഖങ്ങളും വേദനകളും വരുമ്പോൾ നമ്മൾ നമ്മുടെ സഹോദരങ്ങളോട് പറയുന്നതിനേക്കാൾ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മൾ ദൈവത്തോട് പറയുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഒരു ചിന്തകൻ പറഞ്ഞത്, ദൈവസന്നിധി കരയുന്ന ഒരു വ്യക്തിയെ ദൈവം ഒരിക്കലും മനുഷ്യൻ്റെ മുമ്പിൽ കരയിപ്പിക്കുകയില്ല. ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്ന ഒരു വ്യക്തിയെ ഒരിക്കലും ദൈവം മറ്റുള്ളവരുടെ മുമ്പിൽ മുട്ടുകുത്തിക്കാൻ ദൈവം അനുവദിക്കുകയില്ല. എപ്പോഴും ദൈവവുമായിട്ട് ബന്ധമുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ പ്രാർത്ഥന അനിവാര്യമാണ് എന്ന് ഞാൻ ഇതിൻ്റെ പ്രാരംഭ സമയം ഈ ബൈബിൾ പഠനത്തിൽ ഞാൻ ഉറപ്പിക്കുകയാണ്. അതേപോലെ തുല്യമായ ഒരു ചിന്തയാണ് വചനധ്യാനം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, പ്രാർത്ഥന എന്നത് ദൈവത്തോട് സംസാരിക്കുന്നതാണെങ്കിൽ അതുപോലെ ഒന്നാണ് ദൈവവചന ധ്യാനം. വചനം വായിക്കുക, വചനം പഠിക്കുക എന്നുള്ളത് ജീവിതത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് വചനധ്യാനം, വചന പഠനം. ഒരു മനുഷ്യന് ഭൂമി ജീവിക്കുവാൻ ആഹാരം അത്യന്താപേക്ഷിതമാണ്. ആഹാരം കഴിക്കാത്തൊരു വ്യക്തി അതിനാൾ ജീവിക്കുകയില്ല, അവൻ മരണത്തിൽപ്പെടാം. അതേപോലെ തന്നെ ക്രിസ്തീയ ദൈവവേദന അവൻ്റെ വിശ്വാസ ജീവിതത്തിൽ അകത്തെ മനുഷ്യനെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമെങ്കിൽ ദൈവവചന ധ്യാനം ആവശ്യമാണ്. ദൈവവചനമാണ് ആ വ്യക്തിയെ പൂർണ്ണതയിൽ കൊണ്ടെത്തിക്കുന്നത്, വളർച്ചയെ കൊണ്ടെത്തിക്കുന്നത്. ഞാൻ ആരംഭത്തിൽ പറഞ്ഞു, പ്രാർത്ഥന ദൈവത്തോട് സംസാരിക്കുന്നതാണ്. ഓപ്പോസിറ്റ് ദൈവവചന ധ്യാനം, ദൈവം നമ്മളോട് സംസാരിക്കുന്നതാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ്. ഒന്ന് പ്രാർത്ഥന, മറ്റൊന്ന് വചനധ്യാനം. വചന പഠനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ചിന്താവിഷയം എന്നുള്ളത് ഉപവാസത്താൽ സ്ഥിതികൾ മാറിയ ചില ദൈവദാസന്മാരുടെ അനുഭവങ്ങളിൽ കൂടെയാണ്. ഉപവാസം പല നിലയിലുണ്ട്. പലരും ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഉപവസിക്കണോ, പ്രാർത്ഥിക്കണോ എന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഉപവസിക്കാത്ത ആളുകളുണ്ട്. ക്രിസ്തീയ ജീവിതത്തിൽ ഇറങ്ങിത്തിരിച്ചിട്ട് രക്ഷിക്കപ്പെട്ട് ദൈവകൃപ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ ഇന്നും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാത്ത ആളുകളുണ്ട്. ഉപവാസം എന്താണെന്ന് അവർക്കറിയില്ല. എന്നാൽ ദൈവവചനത്തിനകത്ത് ഉപവാസത്തിന് കൊടുത്തിരിക്കുന്ന പ്രാധാന്യത, ദൈവവചനത്തിനകത്ത് ഉപവസിച്ച പ്രിയപ്പെട്ടവർക്ക് അവരുടെ ലെവല്, അവരുടെ ജീവിതത്തിൻ്റെ നിലവാരങ്ങൾക്ക് വ്യത്യാസം വരുത്തിയ ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. സ്ഥിതി മാറ്റുന്ന 40 ദിനങ്ങൾ, അതാണ് നമ്മൾ ചിന്താവിഷയം. വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ധാരാളം പ്രിയപ്പെട്ടവർ ഉപവസിച്ചതായിട്ട് കാണുന്നു. 1 ദിവസം ഉപവസിച്ചു, 7 ദിവസം ഉപവസിച്ചു, 3 ദിവസം ഉപവസിച്ചു എന്നൊക്കെ നമ്മൾ കാണുന്നു. എസ്തേറിൻ്റെ പുസ്തകത്തിൽ 3 ദിവസം അവർ ഉപവസിച്ചതായി കാണുന്നു. അപ്പോൾ തന്നെ വേദപുസ്തകത്തിനകത്ത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ദാനിയേൽ 21 ദിവസം ഉപവസിച്ചതായി കാണുന്നു. എസ്രായുടെ പുസ്തകത്തിലും
ചില ദിവസങ്ങൾ ഉപവസിച്ചതായിട്ട് നമ്മൾ കാണും. നെഹമ്യാവിൻ്റെ കാലഘട്ടത്തിലും ഉപവസിച്ചതായി കാണും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു പുതിയ നിയമത്തിൽ ഉപവാസം ആരംഭിച്ചതായി കാണും. യേശു 40 ദിനങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചതായിട്ട് കാണും. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് 7, 1, 2, 3 ദിവസങ്ങളുടെ ഉപവാസങ്ങളെക്കുറിച്ചല്ല. ഒരു പ്രത്യേകമായ വിഷയം 40 ദിനരാത്രങ്ങൾ രാവും പകലും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ദൈവഭക്തന്മാരുടെ ജീവിതത്തിൽ ദൈവം വരുത്തിയ മാറ്റങ്ങൾ, അവരുടെ സ്ഥിതികൾക്ക്, അവസ്ഥകൾക്ക് മാറ്റം വരുത്തിയതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആധാരമായിട്ട് നമുക്ക് നോക്കാം. വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം വായിക്കും. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന്, നീ ദൈവപുത്രൻ എങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. മതി. ഇവിടെ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിനെ പരീക്ഷിക്കുന്ന സാത്താനെയും യേശുക്രിസ്തുവിൻ്റെ 40 ദിവസത്തെ ഉപവാസത്തെയും കുറിച്ചാണ് കാണുന്നത്. യേശു കർത്താവ് മരുഭൂമിയിൽ യോഹന്നാൻ്റെ കൈക്കീഴിൽ ജോർദാനിൽ സ്നാനമേറ്റതിന് ശേഷം മടങ്ങിപ്പോയി ഏതാണ്ട് 40 ദിനരാത്രങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു എന്ന് ഈ ഭാഗത്ത് കാണാൻ കഴിയും. യേശു ഉപവസിച്ചു പ്രാർത്ഥിച്ചു. പിതാവിനോട് തൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിതാവ് തന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കിയെടുത്തു. 30 വർഷം മാതാപിതാക്കൾക്ക് യേശു കർത്താവ് ഒരു മകൻ എന്ന സ്ഥാനത്തിരുന്നു. ജോസഫിൻ്റെ വീട്ടിൽ ആ തച്ചനായവൻ്റെ ഭവനത്തിൽ തച്ചൻ്റെ മകനായി വളർന്നു. അങ്ങനെ 30-ാമത്തെ വയസ്സിൽ യേശു കർത്താവ് കേട്ടൊരു ശബ്ദം, ജോർദാനിൽ യോഹന്നാൻ മാനസാന്തര സ്നാനം നടത്തുന്നു എന്ന് കേട്ടപ്പോൾ യേശു അവിടം വിട്ട് ജോർദാനിലോളം മടങ്ങിപ്പോയി. അവിടെ ഏതാണ്ട് 3000-ലധികം ആളുകളെ യോഹന്നാൻ സ്നാനപ്പെടുത്തുകയാണ്. മാനസാന്തരത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ച് മാനസാന്തരം വന്ന പ്രിയപ്പെട്ടവർ 3000-ലധികം ആളുകൾ അവിടെ സ്നാനമേൽക്കുമ്പോൾ സ്നാനാനന്തരം യേശു ആ ജോർദാൻ വെള്ളത്തിലിറങ്ങി യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുന്ന ഭാഗം നമുക്കവിടെ കാണാൻ കഴിയും. നമ്മുടെ വിഷയം അവിടെ അല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗത്തുനിന്ന് ഇപ്പോൾ താൽക്കാലികമായി വിട പറയുകയാണ്. നമ്മൾ ചിന്തിച്ചു വരുന്നത് ഉപവാസത്തെക്കുറിച്ച്, പ്രത്യേക 40 ദിനങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിച്ച ദൈവദാസന്മാരെ കുറിച്ച്, അല്ലെങ്കിൽ ഉപവാസത്തിൻ്റെ അനന്തരം സംഭവിച്ച സ്ഥിതിമാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഇതൊരു ദൈവവചന പഠനമാണ്. നമ്മൾ ഒരുമിച്ച് ദൈവവചനം പഠിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് സ്ഥിതി മാറ്റുന്ന 40 ദിനങ്ങൾ എന്നാണ്. 40 ദിവസം പ്രാർത്ഥിച്ചാൽ ജീവിതത്തിൽ എന്ത് നേടിയെടുക്കാൻ പറ്റും, എങ്ങനെയായിരിക്കും അനുഗ്രഹം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. യേശു കർത്താവ് മരുഭൂമിയിലേക്ക് കടന്നുപോയി. 40 ദിനങ്ങൾ അവൻ ഉപവസിച്ചു പ്രാർത്ഥിച്ചു. അതിനുശേഷം പിശാചിനാൽ യേശു പരീക്ഷിക്കപ്പെടുകയാണ്. ഇവിടെ 40 ദിനങ്ങൾ യേശു ഉപവസിച്ചു എന്നാണ് വായിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്ന വാക്യം ഒന്നുകൂടെ വായിച്ചു കേൾപ്പിക്കാം. അവൻ 40 പകലും 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം മതി. അപ്പോൾ എത്ര ദിവസങ്ങളാണ് യേശു ഉപവസിച്ചത്? 40 പകലും 40 രാവും. ആഹാരം കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല. പ്രത്യേകിച്ച് മരുഭൂമിയാണ്, അവിടെ വെള്ളം കിട്ടുകയില്ല, അവിടെ ആഹാരം കിട്ടുകയില്ല. യേശുവിൻ്റെ കൂടെ അന്ന് ശിഷ്യന്മാരൊന്നുമില്ല, യേശു മാത്രമേ ഉള്ളൂ. ശിഷ്യന്മാരെ വേർതിരിച്ചിട്ടില്ല. യേശുവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭമാണ്. പക്ഷേ ആ 40 ദിനങ്ങൾ ഉപവസിച്ച് മരുഭൂമിയിൽ നിന്ന് സാത്താൻ തന്നെ പരീക്ഷിക്കാൻ വന്നപ്പോൾ ആ 2 പരീക്ഷണങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പോൾ പോകുന്നില്ല. ആ 2 പരീക്ഷണങ്ങൾ ജയിച്ച് യേശു മരുഭൂമിയിൽ നിന്നും നാട്ടിലേക്ക്, അല്ലെങ്കിൽ സ്വന്തക്കാരുടെയും വീട്ടുകാരുടെയും നാട്ടുകാരുടെ ഇടയിലേക്ക് യേശു വരികയാണ്. അവിടെ തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. അപ്പോൾ 40 ദിവസം യേശു ഉപവസിച്ചെങ്കിൽ 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം യേശുവിൻ്റെ സ്ഥിതി മാറി, ലെവല് മാറി, സാഹചര്യങ്ങൾക്ക് മാറ്റമായി, ശുശ്രൂഷകൾക്ക് മാറ്റമായി. താൻ എന്തിനാണോ വന്നത് അതിൻ്റെ നിവൃത്തിയിലേക്ക് തന്നെ എത്തിക്കാൻ ഈ 40 ദിവസം കഴിഞ്ഞു. മരുഭൂമിയിലെ 40 ദിവസത്തെ പരീക്ഷണങ്ങൾക്കും 40 ദിവസത്തിലെ ഉപവാസങ്ങൾക്കും ഒടുവിൽ
യേശു തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചു. കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി അത്ഭുതങ്ങളുടെ പെരുമഴയാണ് പിന്നെ അങ്ങോട്ട് പെയ്തത്. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, 40 ദിവസം നമ്മുടെ കർത്താവ് ദൈവപാദപീഠത്തിൽ തൻ്റെ പിതാവിനോട് കൂടെ ചേർന്ന് ആ മരുഭൂമിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ യേശുവിൻ്റെ സ്ഥിതി ദൈവം മാറ്റി. എന്ന് പറഞ്ഞാൽ സ്ഥിതിക്ക് മോശമുണ്ടെന്നല്ല ഞാൻ പറയുന്നത്, യേശു മറ്റൊരു തലത്തിലേക്ക്, മറ്റൊരു ശുശ്രൂഷ മേഖലയിലേക്ക്, ദൈവം അയച്ചതിൻ്റെ ഉദ്ദേശ നിവൃത്തിയിലേക്ക് യേശു മാറ്റപ്പെടുന്നത് കാണുവാൻ കഴിയുന്നു. ഇങ്ങനെ ഭക്തന്മാരായ അനവധി പ്രിയപ്പെട്ടവർ തിരുവചനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഉപവാസ അനന്തരം ഒരു വിജയം, ഉപവാസ അനന്തരം ഒരു റിസൾട്ട് വെളിപ്പെട്ടതായി കാണാൻ കഴിയും. ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞങ്ങൾ പറയാം, ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഉപവസിക്കുന്നവരാകാം. 1, 2, 3 അല്ലെങ്കിൽ 7 ദിവസമോ 21 ദിവസമോ 40 ദിവസമോ ഉപവസിക്കുന്നവരാകാം. ഉപവാസം കഴിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിച്ച അനവധി നന്മകളും വിടുതലുകളും നിങ്ങൾ ഓർക്കുന്നെങ്കിൽ ഒന്ന് സ്തോത്രം ചെയ്യുക. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഞങ്ങൾ ഉപവസിച്ചിട്ടുണ്ട്. ഏതാണ്ട് 2002 മുതൽ 40 രാത്രങ്ങൾ ഉപവസിക്കാൻ ദൈവം അവസരം നൽകിയിട്ടുണ്ട്. ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ ശുശ്രൂഷ മേഖലകളിൽ ഞങ്ങൾ ഇന്ന് നിലനിൽക്കുന്നെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലെ, കഴിഞ്ഞ നാളുകളിലെ ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ ഉപവാസം ഒരിക്കലും നഷ്ടമല്ല. ഉപവസിക്കാത്ത പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഇന്നു മുതലൊരു തീരുമാനമെടുക്കണം. നിങ്ങളുടെ ശരീരത്തിന് കഴിയുന്ന നിലയിൽ നിങ്ങൾ ദൈവത്തോട് സന്നിധിയിൽ ഇരിക്കാനും ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും തയ്യാറാകണം. ഉപവാസം എന്ന് പറയുന്നത് ഒരു പട്ടിണി സമരമല്ല കേട്ടോ. ഉപവാസം എന്ന് പറയുന്നത് വെറും ഒരു ത്യാഗമല്ല കേട്ടോ. ആമൻ, വയറു പുകഞ്ഞിരിക്കുന്ന ഒരു സമയമല്ല ഉപവാസം. ദൈവത്തോട് കൂടെ വസിക്കുക എന്നുള്ളതാണ് ഉപവാസത്തെക്കുറിച്ച് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഉപവസിച്ചാൽ, അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ അവസ്ഥ മാറ്റും. ദൈവം നമ്മുടെ നിലവാരങ്ങൾക്ക് വ്യത്യാസം വരുത്തും. നമ്മുടെ കണ്ണുനീര് കർത്താവ് തുടയ്ക്കും. ഇന്ന് രാവിലെ വിശ്വാസത്തോടെ പറയാം, യേശു 40 ദിനങ്ങൾ ഉപവസിച്ച് സാത്താനെ ജയിച്ചപ്പോൾ നീണ്ട 3.5 വർഷം അത്ഭുതങ്ങൾ ചെയ്യാൻ, അതുമാത്രമല്ല മരിച്ചവരെ ഉയർപ്പിക്കാൻ, രോഗികളെ സൗഖ്യമാക്കാൻ, കൂനിയായ സ്ത്രീയെ സൗഖ്യമാക്കാൻ, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കാൻ. നോക്കുക, ആമേൻ, ജീവിതത്തിൽ വലിയ വലിയ കൃപകൾ ആ ദൈവ സാന്നിധ്യത്തിൽ യേശുവിന് ചെയ്യാൻ കഴിഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു ആ ഉപവാസത്തിന് ശേഷമാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു മറുപടിയുണ്ട്. ഭാരപ്പെടേണ്ട, നിങ്ങളുടെ കണ്ണുനീരിന് ശേഷം ഒരു മറുപടിയുണ്ട്. നിങ്ങൾ തകർന്നും ക്ഷീണിച്ചും മുടിഞ്ഞും പോകാൻ ദൈവം അനുവദിക്കുകയില്ല. വേദപുസ്തകത്തിനകത്ത് ഉപവസിച്ച് അടുത്ത ലെവലിലേക്ക് പോയ 1-2 വ്യക്തികളെ വാക്യാടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളെ കാണിച്ച് പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുകയാണ്. ആവർത്തന പുസ്തകം 9-ാം അധ്യായം 9-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെയാണ് വായിക്കാം. യഹോവ നിങ്ങളോട് ചെയ്ത നിയമത്തിന്റെ പലകകളായ കൽപ്പനകളെ വാങ്ങുവാൻ ഞാൻ പർവ്വതത്തിൽ കയറി. യഹോവ, നിങ്ങളോട് വായിച്ചേ, യഹോവ നിങ്ങളോട് ചെയ്ത നിയമത്തിന്റെ പലകകളായ കൽപ്പലകളെ, നിയമത്തിന്റെ പലകകളായ കൽപ്പലകളെ വാങ്ങുവാൻ ഞാൻ പർവ്വതത്തിൽ കയറി. ഞാൻ എവിടെ കയറി? പർവ്വതത്തിൽ കയറി. അടുത്തത് 40 രാവും 40 പകലും പർവ്വതത്തിൽ താമസിച്ചു. ഇതാരെ പറ്റിയാ പറയുന്നേ? പഴയ നിയമ ഭക്തനായിരിക്കുന്ന, ഇസ്രായേലിന്റെ നടത്തിപ്പുകാരനായിരിക്കുന്ന മോശയെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പൊ മോശ 40 ദിവസങ്ങൾ ഉപവസിച്ചു. നമുക്കറിയാം, മിസ്രയീമിന്റെ അടിമ വീട്ടിൽ കിടന്ന, കട്ടച്ചുളയിൽ കിടന്ന ഇസ്രായേലിനെ പുറപ്പെടുവിക്കുവാൻ ദൈവം ഉപയോഗിച്ച ഒരു ദൈവഭക്തനായിരുന്നു മോശ. മോശ ഫറവോന്റെ അടുക്കൽ ചെന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ച് എൻ്റെ ജനത്തെ ആരാധിക്കാൻ വിട്ടയക്കുക എന്ന് പറഞ്ഞ് മോശ ജനത്തെ എന്ത് ചെയ്യുന്നു? പുറത്തു കൊണ്ടുവരുന്നു. അങ്ങനെ മരുഭൂമി കൂടെ ചെങ്കടൽ കടത്തി പുറത്തോട്ട് കൊണ്ടുവന്ന ഒരു നേതാവായിരുന്നു, അവരുടെ നേതാവായിരുന്നു, ഒരു മധ്യസ്ഥനായിരുന്നു ആ മോശ എന്ന് പറയുന്നത്. നേതാവ്, മധ്യസ്ഥൻ, ഒരു പുരോഹിതനൊക്കെയായിരുന്നു മോശ. ഈ മോശ ദൈവസന്നിധിയിൽ ഒരിക്കൽ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് നിന്നെ ഒന്ന് കാണണം. ദൈവം പറഞ്ഞു, മോനെ, അങ്ങനൊന്നും പറ്റത്തില്ല, നിനക്ക് എന്നെ ഇങ്ങനെ കാണാൻ പറ്റില്ല.
അങ്ങനെ അടുക്ക് വരാനൊന്നും പറ്റത്തില്ല. ആദിപിതാക്കന്മാർ പാപം ചെയ്യുന്നതിന് മുമ്പ് അടുത്ത് വരാമായിരുന്നു. പക്ഷെ തേജസ് നഷ്ടപ്പെട്ടപ്പോൾ ഇനി അടുത്ത് വരാൻ പറ്റത്തില്ല. മോശ പറഞ്ഞു, ഇല്ല, എനിക്ക് അങ്ങേ കണ്ടേ പറ്റൂ. മുൾപ്പടർപ്പ് ഞാൻ ശബ്ദമായി കേട്ടിട്ടുണ്ട്. ഞാൻ പല സാഹചര്യങ്ങളും ദൈവത്തിൻ്റെ കരം അനുഭവിച്ചിട്ടുണ്ട്. ചെങ്കടലിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചിട്ടുണ്ട്. ഈ മരുഭൂമിയിൽ മേഘസ്തംഭമായി നിന്നതും അഗ്നിസ്തംഭമായി നിന്ന ആ സാന്നിധ്യമൊക്കെ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് മുഖാമുഖമായി അങ്ങയൊന്ന് കാണണം എന്ന് പറഞ്ഞ് മോശ നിർബന്ധം കാട്ടിയപ്പോൾ യഹോവയായ ദൈവം പറയുക, നീ സീനായി മലയിലേക്ക് എന്ത് ചെയ്യുക, വരിക. അവിടെ വെച്ച് ഞാൻ ഒരു നിഴല് പോലെ കടന്നു പോകും എന്ന് മോശയോട് പറഞ്ഞു. അങ്ങനെ മോശ പർവ്വതങ്ങളിലേക്ക് കയറിപ്പോകുമ്പോൾ അവിടെ വെച്ച് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് വ്യക്തതയോടെ ഇവിടെ പറയുന്നത്. യഹോവയായ ദൈവം അവന് 40 ദിനങ്ങൾ രാവും പകലും മരുഭൂമിയിൽ അല്ലെങ്കിൽ സീനായി മലയിൽ ദൈവം അവനെ ഇരുത്തി. ആ 40 ദിനങ്ങൾ അവൻ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ മഹത്വം യഹോവ അവരെ കാണിച്ചു. അവിടെ കാണുകയാണ്, 40 ദിനങ്ങൾ ഉപവസിച്ചു പ്രാർത്ഥിച്ച് മോശ ഇറങ്ങി വരുമ്പോൾ അടുത്ത 2 ദൗത്യം കൂടെ കൊടുത്താണ് വിടുന്നത്. നമ്മൾ ചിന്തിക്കുന്ന എന്താണ്? സ്ഥിതി മാറ്റുന്ന 40 ദിനങ്ങൾ. ആരംഭത്തിൽ നമ്മൾ ചിന്തിച്ചു, യേശു 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച അനന്തരം പരീക്ഷകൻ വന്നു. പരീക്ഷകനെ ജയിച്ചു പുറത്തു വന്നപ്പോൾ ശുശ്രൂഷ ആരംഭിച്ചു. ഇവിടെ ഇതാ മോശ 40 ദിവസങ്ങൾ സീനായി മലയിൽ രാവും പകലും. ആ വാക്യം അങ്ങനെയല്ലേ? ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. യഹോവ നിങ്ങളോട് ചെയ്ത നിയമത്തിന്റെ പലകകളായ കൽപ്പലകളെയും പർവ്വതത്തിൽ കയറി. എന്തിനാ കയറിയേ? കൽപ്പലകകൾ വാങ്ങാൻ. കൽപ്പലകയല്ല, കൽപ്പലകകൾ. അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത്. കൽപ്പലകയാണോ കൽപ്പലകയാണോ? പലകകൾ. അപ്പോൾ ഒന്നിലധികം പലകകളുണ്ട്. ഒരു പലകയല്ല, 2 പലക ദൈവം അവന് കൈമാറുകയാണ്. എങ്ങനെ? പാറയിൽ കടഞ്ഞെടുത്ത പലകയാണ്. പാറയിൽ ദൈവം എഴുതി അതൊരു പലകയാക്കി മോശയുടെ കൈ കൊടുക്കുകയാണ്. ഈ പലകകൾ കൈവാങ്ങാനായി മോശ എത്ര ദിവസം ഉപവസിച്ചു പ്രാർത്ഥിച്ചു? 40 ദിവസങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. എന്തിന്? താഴ്വരെ കിടക്കുന്ന ജനം മുമ്പോട്ട് പോകണമെങ്കിൽ ഈ 2 കൽപ്പലകകൾ അവർക്ക് ലഭിച്ചേ പറ്റൂ. പക്ഷെ അത് ലഭിക്കണമെങ്കിൽ മോശയുടെ ഒരു വലിയ പ്രാർത്ഥനയും വലിയൊരു സമർപ്പണവും ദൈവത്തിന് ആവശ്യമായിരുന്നു. ആ സീനായി മലയിലേക്ക് ദൈവം അവനെ കൊണ്ടുപോയി. 40 ദിനങ്ങൾ യഹോവയുടെ സന്നിധിയിൽ ആ മലയിൽ തേജസ്സിൽ അവൻ പ്രാർത്ഥിച്ചു. ആ 2 കൽപ്പലകകൾ മോശയുടെ കയ്യിൽ കൊടുത്തു. ഒന്ന് എന്താണ്? അവിടെ എഴുതിയിട്ടുണ്ട്, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന കൽപ്പലകകൾ. അവിടെ എഴുതിയ വാക്യം എങ്ങനെയാണ്? യഹോവ നിങ്ങളോട് ചെയ്ത നിയമത്തിന്റെ പലകകൾ. അപ്പൊ ദൈവം ഒരു നിയമം ഉണ്ടാക്കി. എങ്ങനെ ജീവിക്കണം, എങ്ങനെ ആരാധിക്കണം, എങ്ങനെ മുമ്പോട്ട് പോകണം, ദൈവത്തിൻ്റെ മക്കൾ ജാതീയ മേഖലയിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തരാകണം, എങ്ങനെ ജനം ദൈവത്തെ ആരാധിക്കണം, ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കണം, ഒരു നിയമം ദൈവം ഉണ്ടാക്കി മോശയുടെ കയ്യിൽ കൊടുക്കുകയാണ്. അതുമാത്രമല്ല, ഒരു കൽപ്പലകയിൽ ദൈവത്തിൻ്റെ നിയമങ്ങൾ. പഴയ നിയമത്തിൽ കാണുന്നു 10 കൽപ്പനകൾ, 1 മുതൽ 10 വരെ കൽപ്പനകൾ. അടിസ്ഥാനപരമായി 1, 2, 3 എന്ന നമ്പറിട്ട് ദൈവം മോശയുടെ കൈ കൊടുക്കുകയാണ്. 2 ആലയം പണിയാനുള്ള ഒരു സ്കെച്ചും കൂടാണ് മറ്റൊരു കൽപ്പലകയിൽ കൊടുത്തത്. യഹോവയ്ക്ക് ജനത്തിൻ്റെ ഇടയിൽ വന്നു വസിക്കേണ്ടതിന് ദൈവത്തിനൊരു ആലയം പണിയണം. ഈ 2 കൽപ്പലകകൾ മോശയുടെ കൈ കൊടുത്ത് അടുത്തൊരു ശുശ്രൂഷ ആരംഭിക്കാൻ, പുരോഹിത ശുശ്രൂഷ ആരംഭിക്കാൻ മോശയെ ദൈവം പ്രാപ്തനാക്കുകയാണ്. ജനത്തെ നേർവഴി കൊണ്ടുവരാൻ, ആരാധനയിലേക്ക് കൊണ്ടുവരാൻ. ആരെ ആരാധിക്കണം, എങ്ങനെ ആരാധിക്കണം, ആരെ ആരാധിക്കരുത് എന്ന് പറഞ്ഞ കൽപ്പനകളും ദൈവത്തിന് ജനത്തിൻ്റെ ഇടയിൽ വന്നു വസിക്കേണ്ടതിന് ഒരു ആലയത്തിൻ്റെ സ്കെച്ചും കൂടെ കൊടുത്തു വിടുന്നതിന് മുമ്പ് മോശ 40 ദിനങ്ങൾ എന്ത് ചെയ്തു? ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഈ സമയം ഈ സന്ദേശം കേൾക്കുന്ന ഈ ദൈവവചനം പഠനത്തിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞങ്ങൾ ഇങ്ങനെ പറയാം, ദൈവം നിങ്ങളെ ഏതെങ്കിലും അധികാരങ്ങൾ ഏൽപ്പിക്കുന്നതിന് മുമ്പ്, ശുശ്രൂഷകൾ ഏൽപ്പിക്കുന്നതിന് മുമ്പ്, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി നിങ്ങളിൽ നിറവേറുന്നതിന് മുമ്പ് നിങ്ങൾ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് ദൈവത്തോട് ചോദിക്കുകയും പ്രാപിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് എന്ന് ഈ വചനത്തിൽ കൂടെ നമ്മളെ കാണിക്കുന്നു.
മോശ 40 ദിനങ്ങൾ ഉപവസിച്ചപ്പോൾ, ആ മലയിൽ പ്രാർത്ഥിച്ചപ്പോൾ, രാവും പകലും പ്രാർത്ഥിച്ചപ്പോൾ എന്തു ചെയ്തു? മോശയുടെ സ്റ്റേജ് മാറി, മോശയുടെ നിലവാരം മാറി, സ്ഥിതി മാറിയ 40 ദിനങ്ങൾ. കാരണം മോശ 40 ദിവസം കഴിഞ്ഞ് പർവ്വതത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ, താഴ്വരയിലേക്ക് ഇറങ്ങി വരുമ്പോൾ, ജനത്തിൻ്റെ ഇടയിലേക്ക് പാളയത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ, പാളയത്തിലെ ജനത്തിന് മോശയുടെ മുഖത്ത് നോക്കാൻ പറ്റിയില്ല എന്നാണ് വായിക്കുന്നത്. കാരണം മോശയുടെ മുഖം അത്രയ്ക്ക് തേജസ് കൊണ്ട് മിന്നി തിളങ്ങി. നോക്കിക്ക്, 40 ദിവസങ്ങൾ മോശ ഉപവസിച്ച് എഴുന്നേറ്റപ്പോൾ അവൻ്റെ മുഖം എന്തായി? പ്രസന്നതയായി, ശോഭിച്ചു. കയ്യിൽ 2 പലകകൾ കർത്താവ് കൊടുത്തു, കൽപ്പന ദൈവം കൊടുത്തു, ആലയത്തിൻ്റെ സ്കെച്ച് ദൈവം കൊടുത്തു. ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മമണ്ഡലത്തിൽ പറയാം, പ്രിയപ്പെട്ടവരെ, ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും 40 ദിനങ്ങൾ ദൈവപാദപീഠത്തിൽ ഇരിക്കുകയും ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ടവരെ, പുതിയ ചില നിയോഗങ്ങൾ നിങ്ങളുടെ കയ്യിൽ തരാൻ, പുതിയ ചില അഭിഷേകത്തിൻ്റെ ശക്തികൾ നിങ്ങളുടെ കയ്യിൽ തരാൻ, പുതിയ ചില മേഖലകൾ ദൈവം നിങ്ങൾക്ക് തരാൻ, പുതിയ ചില അധികാരങ്ങൾ കൈമാറാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. മോശയെ പർവ്വതത്തിലേക്ക് വിളിച്ചു വരുത്തി. എന്തിന്? ഈ കൽപ്പലകകൾ കൈമാറാൻ വേണ്ടി. അടുത്തൊരു വാക്യം, അടുത്തൊരു ഭക്തൻ ഏലിയാവിനെ കുറിച്ചാണ് നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നത്. ആ വാക്യം 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാമത്തെ അധ്യായത്തിലാണ്. അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, ഏലിയാവ് ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചതായിട്ട് കാണാൻ കഴിയുന്നു. ആ വാക്യം ഒന്ന് വായിച്ച്. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 7-ാമത്തെ വാക്യം. യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യം വന്ന് അവനെ തട്ടി. ചൂരച്ചെടിയുടെ ചുവട്ടിൽ അട്ട ചുരുണ്ട് കിടക്കുന്ന പോലെ ചുരുണ്ട് കിടന്നു, മതി ദൈവമേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഇസബേലിൻ്റെ വാളിൻ്റെ വാഴ്ത്തലയാൽ മരിക്കുന്നതിനേക്കാൾ നല്ലത് അങ്ങനെ കൊല്ലുന്നതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞ് ഒരു മരണം കാത്തു കിടക്കുന്ന ഏലിയാവിനെയാണ് നമുക്ക് ഈ 19-ാം അധ്യായത്തിൽ കാണുന്നത്. മരിക്കണമെന്ന് ആഗ്രഹിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് കിടക്കുന്ന ഏലിയാവ്. എന്നാൽ ദൈവം തൻ്റെ ദൂതനെ അയച്ചിട്ട് എന്താ അവിടെ ചെയ്യുന്നത്? വായിക്കുക. യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യവും അവനെ തട്ടി. അപ്പൊ ആദ്യത്തെ പ്രാവശ്യം വന്നു, അവനെ തട്ടി, അട കൊടുത്തു, വെള്ളം കൊടുത്തു, അവൻ എഴുന്നേറ്റു, തിന്നു, കുടിച്ചു, വീണ്ടും കിടന്നു. വീണ്ടും അവൻ കിടന്നു. പക്ഷെ ദൈവത്തിൻ്റെ ദൂതൻ അവനെ വിട്ടില്ല, ദൈവം അവനെ വിട്ടില്ല. ദൈവത്തിന് ആഗ്രഹവും പ്രയോജനവും ഉള്ളതിനെ ദൈവം അങ്ങനെ മരിക്കാൻ അനുവദിക്കില്ല. ദൈവത്തിന് നിയോഗമുള്ളവരെ ദൈവം അങ്ങനെ തകർക്കാൻ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. ഏതെങ്കിലും ഇസബേലും ആര് വെല്ലുവിളിച്ചു എന്ന് പറഞ്ഞ്, ആരെങ്കിലും വാശിയോടെ നിന്നു എന്ന് പറഞ്ഞ്, ഒരുത്തൻ കണ്ണുരുട്ടി കാണിച്ചു എന്നും പറഞ്ഞ് തൻ്റെ ഭക്തനെ കൊല്ലുന്നവനല്ല നമ്മുടെ ദൈവം. അവന് വേണ്ടത് കരുതി ദൂരയാത്രയ്ക്ക് അയക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഇന്ന് രാവിലെ ഏതെങ്കിലും ശുശ്രൂഷകന്മാർ ഈ വചനം കേൾക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ മുമ്പിൽ വെല്ലുവിളികൾ വരാം, ഇസബേലുമാര് വരാം, ആഗാവിൻ്റെ ശക്തികൾ എഴുന്നേറ്റ് വരാം, കൊന്നുകളയുമെന്ന് നിങ്ങൾക്കെതിരെ വെല്ലുവിളിച്ചേക്കാം. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത്, രാജ്യത്ത്, ദേശത്ത് നിങ്ങളെ നിർത്തത്തില്ല, നശിപ്പിക്കും, അവിടെ നിങ്ങൾക്കൊരു ഗതി ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് ഇസബേല് നിങ്ങൾക്കെതിരെ നിന്നേക്കാം. പക്ഷേ ചൂരച്ചയുടെ ചുവട്ടിക്കിടന്ന് മരിക്കാനുള്ളവനല്ല ഏലിയാവ്. നിങ്ങൾ അങ്ങനെ തീരാനുള്ള വ്യക്തിയല്ല. നിങ്ങളുടെ മുമ്പിൽ ചില ദൂരയാത്രകളുണ്ട്. ഇവിടെ ഇതാ 1-ാം വട്ടം തട്ടി വിളിച്ച് അടയും വെള്ളവും കൊടുത്തു തിന്നു തൃപ്തനായി ആ ഏലിയാവ് വീണ്ടും അവിടെ കിടന്നെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതി നിറവേറേണ്ടതിന് അവനെ വീണ്ടും തട്ടി വിളിച്ചു. എന്നിട്ട് എന്താ ചെയ്തത്? വായിച്ച വാക്യം, എഴുന്നേറ്റ് തിന്നുക. ആമേൻ. ദൂതൻ പറയുക, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ടല്ലോ. അപ്പൊ എന്ത് ചെയ്യണം? എഴുന്നേറ്റ് തിന്നുക. ഇവിടെ കിടക്കാനുള്ളവനല്ല. നീ മരിക്കണം എന്നൊക്കെ പറഞ്ഞു, കാര്യം ശരിയാ, അതവിടെ നിൽക്കട്ടെ. ദൈവത്തിൻ്റെ സമയമായിട്ടില്ല, മരിക്കേണ്ട സമയമായിട്ടില്ല. നിന്നെക്കൊണ്ട് കർത്താവിന് ചില പദ്ധതികളുണ്ട്. അതുകൊണ്ട് എഴുന്നേറ്റ് തിന്നിട്ട് നിനക്കൊരു ദൂരയാത്ര ഉണ്ടെന്ന് തിരിച്ചറിയുക. ഇന്ന് രാവിലെ ആരെങ്കിലും മനസ്സ് മടിച്ച് വേദനിച്ച് മടുത്ത ജീവിതം അനുഭവിക്കുന്നെങ്കിൽ, ശുശ്രൂഷയിലോ വ്യക്തിപരമായ ജീവിതത്തിലോ എവിടെയെങ്കിലും അസ്വസ്ഥതകൾ അനുഭവിക്കുന്നെങ്കിൽ, ഞങ്ങൾ ആത്മാവിൽ നിങ്ങളോട് ദൂത് പറയാം, നിങ്ങൾ ഇവിടം കൊണ്ട് അവസാനിക്കാനുള്ളതല്ല. നിങ്ങളുടെ ആരംഭം തുടങ്ങിയതേ ഉള്ളൂ, ശുശ്രൂഷ തുടങ്ങിയതേ ഉള്ളൂ. നിങ്ങൾ ഇനിയും ഓടേണ്ടതുണ്ട്. ഇനിയും കിലോമീറ്ററോളം നിങ്ങൾ ഓടി ദൈവത്തിൻ്റെ പദ്ധതി കാണേണ്ടതുണ്ട്. അതുകൊണ്ട് എഴുന്നേറ്റ് തിന്നുക, ദൈവവചനം ഭക്ഷിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളുടെ മേൽ പ്രത്യേക അഭിഷേകം ഇന്നു പകൽ കർത്താവ് ഇടാൻ പോകുക. ആ വാക്യം വായിക്കുക.
അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ച് ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് ദൂതൻ കൊടുത്ത ആഹാരത്തിന്റെ ബലം കൊണ്ട് നോക്കിക്കേ, ദൈവം ദൂതനെ ഇറക്കിയിട്ട് പറയുകയാണ്, നീ ഇവിടെ കിടന്ന് മരിക്കാനുള്ളവനല്ല. ഏലിയ പറഞ്ഞു, എനിക്ക് മരിക്കണം, എൻ്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ ഒട്ടും ശ്രേഷ്ഠനല്ല. ആഗാബ് എന്നെ നാളെ കൊല്ലും, അനേക പ്രവാചകന്മാരെ കൊന്നതുപോലെ എന്നെയും അവൾ കൊല്ലും. മരണത്തിന്റെ ഭീതിയുടെ മുഖത്ത് നോക്കുക. ഒരു കാലത്ത് ആഗാബിന്റെ കൊട്ടാരത്തിൽ നെഞ്ചും വിരിച്ച് നിന്ന് പ്രവചിച്ചവനാ ഏലിയാവ്. ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞും മഴയും പെയ്യില്ല എന്ന് ആഗാബിന്റെ തിരുനെറ്റിക്ക് നോക്കി പറഞ്ഞവനാണ് ഏലിയാവ്. പക്ഷെ ഇപ്പോൾ ഒരു വാക്കിന്റെ മുമ്പിൽ ക്ഷീണിച്ചു പോയി. ഒരു വാക്കിന്റെ മുമ്പിൽ ക്ഷീണിച്ചിരിക്കുന്ന ചിലതിനെ ദൈവാത്മാവ് കാണുന്നുണ്ട്. ഒരുപക്ഷെ വീട്ടിലുള്ളവർ പറഞ്ഞ വാക്കായിരിക്കാം, പ്രസവിച്ച അമ്മ പറഞ്ഞ വാക്കായിരിക്കാം, ജന്മം തന്ന അപ്പൻ പറഞ്ഞ വാക്കായിരിക്കാം, കൂടെ ജനിച്ച സഹോദരങ്ങൾ പറഞ്ഞ വാക്കായിരിക്കാം, അല്ലെങ്കിൽ പ്രാർത്ഥന കൂട്ടത്തിൽ നിന്ന് ഒരാളോ നിങ്ങളെ നോക്കി പറഞ്ഞ വാക്കായിരിക്കാം. ആ വാക്കിൻ്റെ മുമ്പിൽ തകർന്നിരിക്കുന്ന മനസ്സോടെ ഭാരത്തോടെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ദൈവവചന പഠനത്തെങ്കിൽ ഒരു ദൂതൂടെ ഞാൻ പറയാം, നിങ്ങൾ തകരാനുള്ളതല്ല. ഇവിടെ വായിക്കുകയാണ്, ദൈവം കൊടുത്തയച്ച ദൂതൻ കൊണ്ടുവന്ന അടയും വെള്ളവും കുടിച്ചിട്ട് പറയുക, ആ തിന്ന അപ്പത്തിൻ്റെയും ആ തിന്ന വെള്ളത്തിൻ്റെയും ബലത്തോടെ. അടുത്തത് 40 പകലും 40 രാവും ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം എന്ത് ചെയ്തു? നടന്നു. നോക്ക്, അപ്പൊ ഏലിയാവ് പ്രാർത്ഥിച്ചത് കണ്ടോ? മരിക്കാൻ വേണ്ടി കൊതിച്ചവനെ ഉപവാസത്തിലേക്ക് നയിച്ചത് കണ്ടോ? ഹല്ലേലൂയ. ഏലിയാവ് ഒരിക്കലും ചിന്തിച്ചില്ല, ഞാൻ ഇങ്ങനെ ഉപവസിക്കും, ഞാൻ 40 ദിനങ്ങൾ ഇനിയും ഞാൻ ഉപവസിക്കും, പ്രാർത്ഥിക്കും എന്ന് പ്രതീക്ഷിച്ചില്ല. പക്ഷെ ദൈവം അവനെ കണ്ടത് ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ്. ചിലരെ പ്രവാചകന്മാരാക്കാനും ചിലരെ പുരോഹിതന്മാരാക്കാനും അവന് ശേഷം ഒരു ഏലീശായെ പുറത്തു കൊണ്ടുവരാനും ദൈവം ആഗ്രഹിക്കുക. അന്നേരം ഇവിടെ കിടന്നുകൊണ്ട് ആമേൻ ഏലിയാവ് പറയുന്നു, എനിക്ക് മരിക്കണമെന്ന്. ഏലിയാവിൻ്റെ മുമ്പിൽ മരണം മാത്രമേ ഉള്ളൂ, പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ നീണ്ട ചില ഉപവാസങ്ങളും ശുശ്രൂഷകളും ദൈവം കാണുകയാണ്. ഇന്ന് രാവിലെ വിശ്വാസത്തോട് പറയാം, നിങ്ങളുടെ മുമ്പിൽ ചില മരണങ്ങളായിരിക്കും നിങ്ങൾ കാണുന്നത്, ചില തകർച്ചകളായിരിക്കും നിങ്ങൾ കാണുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവിൽ പറയാം, നിങ്ങളുടെ പുറകിൽ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. നിങ്ങളുടെ ശുശ്രൂഷയുടെ പുറകിൽ, നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ പുറകിൽ, നിങ്ങളുടെ ജീവിത നിലവാരങ്ങളുടെ പുറകിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നിറവേറേണ്ടതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഏൽപ്പിച്ചു കൊടുക്കണം. ആ ഏലിയാവിനെ ദൂതൻ തട്ടി വിളിച്ച് എന്താ കൊടുത്തത്? അവിടെ അടയും വെള്ളവും എന്ത് ചെയ്തു? കൊടുത്തു. അടയും കൊടുത്തു, വെള്ളവും കൊടുത്തു. ആരാ കൊടുത്ത്? ദൂതൻ കൊണ്ട് കൊടുത്തെന്ന്. ഈ ഭൂമി നിനക്ക് അടയും വെള്ളവും തരാൻ ആരുമില്ലെന്ന് വന്നേക്കാം, പക്ഷെ ദൂതൻ നിനക്ക് കൊണ്ടു തരും. ആമേൻ. ചില പറഞ്ഞില്ലേ, എന്നെ സഹായിക്കാൻ ആരുമില്ല, എൻ്റെ 4 വശങ്ങളും മൂടപ്പെട്ടിരിക്കുക, ബന്ധിക്കപ്പെട്ടിരിക്കുക, എനിക്കാരുമില്ല, എന്നെ സഹായിക്കേണ്ടവരൊക്കെ പിന്മാറിപ്പോയി. ഇന്ന് പകൽ നിരാശപ്പെടല്ലേ, സ്വർഗം നിനക്ക് അട കൊണ്ടുതരും, ദൂതന്റെ കൈ കൊടുത്തുവിടും. വിശ്വസിക്കുന്നെങ്കിൽ ഒരു ആമേൻ പറഞ്ഞോ. ഈ രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ ദൂത് കൈമാറുകയാ. ദൂതൻ നിങ്ങൾക്ക് അട കൊണ്ടുതരും, ദൂതൻ നിങ്ങൾക്ക് വെള്ളം കൊണ്ടുതരും. എത്രയോ വട്ടം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടില്ലേ? ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ, ഞങ്ങളുടെ ശുശ്രൂഷ മേഖലകളിൽ ഇന്നും ഞങ്ങൾ അനുഭവിക്കുന്നത് അത് തന്നെയാണ്. ഞങ്ങൾ എന്തെങ്കിലും ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ, അല്പം വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ, ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ വാടക കൊടുക്കുന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ വാഹനത്തിൻ്റെ CC അടയ്ക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ ദൂതൻ കൊണ്ടു തന്നാണ് ഞങ്ങൾ മുമ്പോട്ട് കടന്നു പോകുന്നത്. അതുകൊണ്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, അനുഭവസ്ഥൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ എല്ലാ വഴികളും അടഞ്ഞാലും, ഇസബേൽ പ്രതികൂലമായി നിന്നാലും, ഒരിറ്റു വെള്ളം നിന്റെ മുമ്പിലില്ലാതെ മരുഭൂമിയും ചൂരച്ചെടിയും മാത്രം നിന്റെ മുമ്പിലുള്ളെങ്കിലും, മരണം മാത്രം നിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും ഭാരപ്പെടേണ്ട. ദൈവം ദൂതനെ ഇറക്കി നിനക്ക് അട കൊണ്ടുതരും. ദൂതനെ ഇറക്കി കൊണ്ടുവന്ന് ദൈവം നിങ്ങൾക്ക് മന്ന കൊണ്ടുതരും, വെള്ളം കൊണ്ടുതരും. നിന്റെ ആവശ്യങ്ങൾ നീ പറയാതെ നിന്റെ ആവശ്യങ്ങൾ അറിയുന്നവനാണ് എൻ്റെ ദൈവം. ഏലിയാവ് മരിക്കണമെന്ന് പറഞ്ഞ് കിടക്കുകയാ. പക്ഷെ ദൈവം നോക്കിയപ്പോൾ മനസ്സിലായി, എൻ്റെ മകൻ ക്ഷീണിതനാ. അവനെ ദൂരയാത്ര പറഞ്ഞു വിടുക മാത്രമല്ല, അവന് അട ആവശ്യമാണ്, അവന് വെള്ളം ആവശ്യമാണ് എന്നതുപോലെ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നൊരു ദൈവം നമുക്കുണ്ട്. ആ ദൈവം തക്ക സമയം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ആമേൻ പറയുക. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ ഞങ്ങളെ ശ്രവിച്ച പ്രിയപ്പെട്ടവരോട് ഞങ്ങൾ പറയാം, 40 ദിനങ്ങൾ ഉപവസിച്ച ഭക്തന്മാരുടെ വിഷയത്തിൽ
യേശു പ്രാർത്ഥിച്ച് ഉപവസിച്ച് എഴുന്നേറ്റപ്പോൾ യേശു ശുശ്രൂഷ ആരംഭിച്ചു. ഒട്ടനവധി പേരെ സൗഖ്യമാക്കാനും മരിച്ചവരെ ഉയർപ്പിക്കാനും ദൈവത്തിന് കഴിഞ്ഞു. ആ ക്രൂശീകരണം ഏറ്റുവാങ്ങുവാൻ കർത്താവിന് കഴിഞ്ഞു. അതിനുള്ള ശക്തി ആ 40 ദിവസം അവൻ സംഭരിച്ചു വെച്ചു. അടുത്ത് നമ്മൾ കാണുന്നു, കൽപ്പലകകൾ വാങ്ങുവാൻ, അടുത്ത ശുശ്രൂഷയിൽ ഒരു പുരോഹിതനായി തന്നെ നിയോഗിക്കുവാൻ മോശയെ 40 ദിവസങ്ങൾ സീനായിൽ കൊണ്ടുപോയി ഉപവസിച്ചു പ്രാർത്ഥിച്ചു. പ്രാർത്ഥനാനന്തരം മോശ പർവ്വതത്തിൽ നിന്നും താഴ്വരയിലേക്ക് വരുമ്പോൾ അവൻ്റെ മുഖം തേജസ് കൊണ്ട് നിറഞ്ഞു എന്ന് നമ്മൾ കാണുന്നു. അടുത്ത് നമ്മൾ കണ്ടു, മരിക്കുവാനായി കിടന്ന ഏലിയാവ് അവനെ തട്ടി വിളിച്ച് തിന്ന അടയുടെയും വെള്ളത്തിൻ്റെയും ശക്തിയോടെ 40 ദിനരാത്രങ്ങൾ രാവും പകലും അവൻ ഉപവസിച്ച് ഹോരേവോളം അവൻ നടന്നു നീങ്ങി. ക്ഷീണിച്ചു പോകാൻ ദൈവം അനുവദിച്ചില്ല. അങ്ങനെയെങ്കിൽ ഉപവസിക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രാർത്ഥനാനന്തരം നിങ്ങൾക്കൊരു മറുപടിയുണ്ട്. നിങ്ങളുടെ സ്ഥിതികൾ ദൈവം മാറ്റും. നിങ്ങൾ 40 ദിവസം ഉപവസിക്കാൻ കഴിഞ്ഞില്ല, 20 ഉള്ളോ 21 ഉള്ളോ, ഭാരപ്പെടേണ്ട. 21 കഴിയുമ്പോൾ നിങ്ങളുടെ സ്ഥിതി മാറ്റും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ദാനിയേൽ 3 ആഴ്ചവട്ടം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരും. ഇല്ല, നിങ്ങൾക്ക് 3 ദിവസമേ ഉപവസിക്കാൻ കഴിഞ്ഞുള്ളൂ എങ്കിൽ 40 21 ഉപവസിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിരാശപ്പെടേണ്ട. 3 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം നോക്കുക, ഒരു രാജ്യം യഹൂദ വംശം മുഴുവനും ഒരു എസ്തേറും മൊർദെഖായും 3 വട്ടം ദിവസം ദൈവസന്നിധിയിൽ ഉപവസിച്ചു പ്രാർത്ഥിച്ചപ്പോൾ രാജാവിൻ്റെ ഉറക്കത്തെ കെടുത്തിയിട്ട് നിയമത്തെ ദൈവം തിരിച്ചു മറിച്ചെങ്കിൽ ഇന്ന് രാവിലെ നിങ്ങൾ എത്ര ദിവസം നിങ്ങൾക്ക് പറ്റുന്ന നിലയിൽ നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, വചനം ധ്യാനിക്കണം. അത് നിങ്ങളുടെ ശരീരത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് നിങ്ങൾ ദൈവസന്നിധി കൂടെ ഇരിക്കണം. 1 മാസം 25-30 ദിവസങ്ങളൊക്കെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതിലൊരു ദിവസമെങ്കിലും ഉപവസിച്ച് ദൈവസന്നിധി കൂടെ ഇരിക്കണം. നിങ്ങളുടെ കുടുംബത്തിന് അത് അനുഗ്രഹമാണ്, നിങ്ങളുടെ തലമുറയ്ക്ക് അത് അനുഗ്രഹമാണ്. ഇന്ന് രാവിലെ വിശ്വാസത്തോടെ പറയാം, മക്കൾക്ക് വേണ്ടി മാസത്തിൽ ഒരിക്കലെങ്കിലും ഉപവസിച്ച് പ്രാർത്ഥിക്കണം. കുടുംബത്തിന് വേണ്ടി മാസത്തിൽ ഒരിക്കലെങ്കിലും ഉപവസിച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ, അത്ഭുതം നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കും. അങ്ങനെയെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണടയ്ക്കാം. ഇന്നത്തെ ചിന്ത, സ്ഥിതി മാറ്റുന്ന 40 ദിനങ്ങൾ. ഏലിയാവിൻ്റെ സ്ഥിതി മാറ്റി, മോശയുടെ സ്ഥിതി മാറ്റി. ഇവിടെ നോക്കുക, യേശു കർത്താവിൻ്റെ ശുശ്രൂഷ ആരംഭിച്ചു. 40 ദിനങ്ങൾ ഉപവാസാനന്തരം വലിയ മാറ്റങ്ങൾ ദൈവം വരുത്തിയെങ്കിൽ നിങ്ങളുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കണ്ണടയ്ക്കാം. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിന്ന് കുടുംബമായി ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യപ്പെട്ട ആത്മാവിൽ ഞങ്ങൾ ചിന്തിച്ച ദൈവവചനം ആയിരക്കണക്കിന് ജനത്തിന് അത് വിടുതലായി തീരട്ടെ. കർത്താവെ, ദിനങ്ങൾ തോറുമുള്ള പ്രാർത്ഥന, കർത്താവെ, സ്ഥിതി മാറ്റുന്ന ഉപവാസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ അത്ഭുതങ്ങൾ നടക്കുവാൻ ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. ഏലിയാവിനെയും മോശയെയും യോശുവയെയും യേശുവിനെയും ഉപവാസാനന്തരം ദൈവം ഉപയോഗിച്ചതുപോലെ ഞങ്ങളെയും ഈ പ്രിയപ്പെട്ടവരെയും ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അവിടുത്തെ കരങ്ങളിൽ ഈ വചനത്തെ ഈ മക്കൾക്ക് കൈമാറുകയാണ്. ഇത് അനേകരുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവാകട്ടെ. ഈ സന്ദേശം കേട്ട പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടട്ടെ. കർത്താവെ, അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്തൊരു ചിന്തയുമായി നമുക്ക് മറ്റൊരു ദിവസം കാണാം. പ്രാർത്ഥനയെ നമുക്ക് പരസ്പരം ഓർക്കാം. ഈ വചനം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.